ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്നൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുന്നത്, നമുക്കറിയാം ഇന്ന് ഒരുപാട് മക്കൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ട കുറച്ച് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ആഹാരം മതി അവരുടെ ഒരു നേരത്തെ വിശപ്പ് അടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആഹാരമില്ലാതെ വലയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഈശോയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനം. സിംഹക്കുട്ടികൾക്ക് ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. വചനം പറയുകയാണ്, സിംഹക്കുട്ടികൾക്ക് ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന ഉറപ്പാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. തക്ക സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും കർത്താവിൽ ആശ്രയിച്ച് ഈ ഒരു ആത്മീയമായ അഭിഷേകത്തിൽ അല്ലെങ്കിൽ ഒരു ആത്മീയമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടാകില്ലെന്ന് കർത്താവ് പ്രത്യേകിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു വചനമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമായി മാറുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ വചനമൊക്കെ ധ്യാനിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഒരു നിമിഷം എല്ലാവരെയും സമർപ്പിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.